നമസ്കാരം, വെൽക്കം ടു shynibindhu'sworld. എങ്ങനെ നമുക്ക് ഇന്നൊരു കടയിൽ നിന്നെല്ലാം വാങ്ങുന്ന സിമ്പിൾ മോയ്സ്ചറൈസർ വീട്ടിൽ തന്നെ ഈസി ആയിട്ട് ചെയ്യാൻ നോക്കാം. അതും വെറും 5 ഇൻഗ്രീഡിയൻസ് വെച്ച് എല്ലാ സ്കിൻ ടൈപ്പിനും സ്യൂട്ട് ആവുന്ന രീതിയിലാണ് നമ്മൾ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത്. പ്രത്യേകിച്ചും ഓയിലി ആഗ്നെ പ്രോൺ സ്കിന്നുകാർക്കും ഇത് യൂസ് ചെയ്യാം. അപ്പോൾ നമുക്ക് നേരെ വീഡിയോ ഇട്ട് പോകാം. അതിനുമ്പോൾ പ്ലീസ് സബ്സ്ക്രൈബ് ചെയ്യുക, ചാനൽ അതിനകത്തുള്ള കുഞ്ഞു ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്യുക, അതിലാണെന്ന് ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ അതിന് ഭാവിയിടുന്ന എല്ലാ വീഡിയോസ് നോട്ടിഫിക്കേഷൻസ് നിങ്ങൾക്ക് ലഭിക്കുന്നത്. സ്റ്റാർട്ട്. ഇവിടെ 2 ഫേസാണ് നമുക്ക്. അപ്പോൾ നമുക്ക് ആദ്യം വാട്ടർ ഫേസ് ഒന്ന് മെഷർ ചെയ്യാം. അപ്പോൾ ഇതിനായിട്ട് ഞാനൊരു 30 ഗ്രാം ഡിസ്റ്റിൽഡ് വാട്ടർ ഒഴിച്ചു കൊടുക്കുകയാണ്. ഇപ്പോൾ 30 ഗ്രാം ഞാൻ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അടുത്തായിട്ട് നമുക്ക് വേണ്ടത് ഗ്ലിസറിനാണ്. അപ്പോൾ ഈ ഗ്ലിസറിൻ വേണ്ടത് 1.5 ഗ്രാം ആണ്. അപ്പോൾ ഞാനിവിടെ 1.5 ഗ്രാം ഒഴിച്ചു കൊടുക്കുകയാണ്. അപ്പോൾ 1.5 ഗ്രാം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഓയിൽ ഫേസിൻ്റെ മെഷർമെൻറ്റ് നമുക്ക് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഗ്ലിസറിൻ പെട്ടെന്ന് മിക്സ് ആകും. അടുത്തായിട്ട് നമുക്ക് വേണ്ടത് ഓയിൽ ഫേസാണ്. അപ്പോൾ അതിനായിട്ട് ഞാനിങ്ങനെ ഒരു പാത്രം എടുത്തിട്ടുണ്ട്. ഇതിനായിട്ട് ആദ്യമായിട്ട് വേണ്ടത് ഈ എമൾസിഫയിങ് വാക്സ് ആണ്. ഇത് നമ്മുടെ എല്ലാ ക്രീംസിലൊക്കെ യൂസ് ചെയ്യുന്ന വാക്സ് ആണ്. ഇത് നമ്മുടെ ക്രീമി കൺസിസ്റ്റൻസി തരാൻ സഹായിക്കുന്നു. ഇത് നമുക്ക് വേണ്ടത് 3.5 ഗ്രാം ആണ്. അപ്പോൾ ഞാനിവിടെ ഇട്ട് കൊടുക്കുകയാണ്. അപ്പോൾ 3.5 ഗ്രാം ഇട്ട് കൊടുത്തിട്ടുണ്ട്. അടുത്തതായിട്ട് നമുക്ക് വേണ്ടത് ഓയിലാണ്. ഓയിൽ നിങ്ങൾക്ക് നിങ്ങളുടെ സ്കിന്നിന് എന്താണോ സെറ്റ് ആകുന്നത് അങ്ങനത്തെ ഓയിൽ ഒഴിച്ചു കൊടുക്കുക. അപ്പോൾ ഞാനിവിടെ ഫസ്റ്റ് ആഡ് ചെയ്യാൻ പോകുന്നത് ജോജോബ ഓയിലാണ്. ഇത് നമ്മുടെ സ്കിന്നിന് എല്ലാ സ്കിൻ ടൈപ്പിനും ചേരുന്നതാണ് ജോജോബ ഓയിൽ. ഇത് സ്കിന്നിനെ ലൈറ്റൻ ചെയ്യാനൊക്കെ സഹായിക്കും. അതുപോലെ തന്നെ ഓയിലി സ്കിന്നുകാർക്കെല്ലാം സ്യൂട്ടാവുന്ന ഓയിലാണ് ജോജോബ ഓയിൽ. ഇത് എന്ത് ഓയിൽ വേണമെങ്കിലും നിങ്ങൾക്ക് ആഡ് ചെയ്യാം. ഇത് 2-3 ഓയിൽ മിക്സ് ചെയ്തും ആഡ് ചെയ്യാം. അപ്പോൾ ടോട്ടൽ വേണ്ടത് 15 ഗ്രാം ആണ്. ഞാനിങ്ങനെ 2 ഓയിൽ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. കുറച്ച് മിനറൽ ഓയിലും കൂടെ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ജോജോബ ഓയിലും ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അടുത്തായിട്ട് ഒഴിക്കുന്നത് മിനറൽ ഓയിലാണ്. മിനറൽ ഓയിൽ എല്ലാ സ്കിൻ ടൈപ്പിനും സ്യൂട്ടാവും. പിന്നെ പ്രത്യേകിച്ച് ക്ലോഗ് ആവില്ല. പിന്നെന്താ, പിമ്പിൾസ് ഒന്നും വരില്ല. ലൈറ്റായിരിക്കും. നമ്മുടെ ക്രീം ലൈറ്റായിരിക്കും. നിങ്ങളെ ഇഷ്ടമുള്ള ഓയിൽ ആഡ് ചെയ്യാം. അപ്പോൾ നമുക്ക് ടോട്ടൽ വേണ്ടത് 15 ഗ്രാം. ഞാൻ 15 ഗ്രാം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ഓയിൽ ഫേസിൻ്റെ മെഷർമെൻറ്റും കഴിഞ്ഞിട്ടുണ്ട്. നമുക്കിനി ഇതിനൊന്ന് ഡബിൾ ബോയിലർ മെത്തേഡിൽ ഹീറ്റ് ചെയ്തെടുക്കണം. അതിനായിട്ട് ഞാനിവിടെ വെള്ളം വെച്ചിട്ടുണ്ട്. വെള്ളം ചൂടാവാൻ തുടങ്ങിയിട്ടുണ്ട്. ഇനി നമുക്ക് 2 ഫേസിനെയും ഓയിൽ ഫേസിനെയും വാട്ടർ ഫേസിനെയും ഇതിലേക്കൊന്ന് ഇറക്കി വെച്ചോളൂ. ഞാൻ എടുത്ത പാത്രം ഒന്ന് ചെറുതായിപ്പോയി. നിങ്ങൾ എടുക്കുമ്പോൾ കുറച്ച് വലിയ പാത്രം നോക്കി എടുക്കുക. അപ്പോൾ എല്ലാം മെൽറ്റ് ആയിട്ടുണ്ട്. വെള്ളം തിളച്ച് എല്ലാം ഒന്ന് മെൽറ്റ് ആവുകയും ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഞാനൊന്ന് ഓഫാക്കി കൊടുക്കുകയാണ്. നമുക്ക് ചൂട് തണുക്കുന്നതിന് മുമ്പേ ഈ ഓയിൽ ഫേസിനെ വാട്ടർ ഫേസിന് ഓയിൽ ഫേസിലേക്ക് ഒഴിച്ച് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കണം. ആ ചൂട് തണുക്കുന്നതിന് മുമ്പ് തന്നെ ചെയ്താൽ തന്നെ നമുക്ക് ആ ഒരു ക്രീമി കൺസിസ്റ്റൻസി കിട്ടുകയുള്ളൂ. അതിനായിട്ട് ഞാനിങ്ങനെ ഇനി ഒരു ഹാൻഡ് ബ്ലെൻഡർ വെച്ച് ചെയ്യാണ്. ഇനി കുറേ നേരം നമുക്ക് നല്ല പണിയാണ്. അപ്പോൾ ഒന്ന് നന്നായിട്ട് ഹാൻഡ് ബ്ലെൻഡർ വെച്ചോ അല്ലെങ്കിൽ വിസ്ക് വെച്ചോ ഒക്കെ നന്നായിട്ടൊന്ന് ബ്ലെൻഡ് ചെയ്ത് കൊടുക്കുക. കുറച്ചൊന്ന് തിക്കായിട്ടുണ്ട്. ഇനി നമുക്ക് കുറച്ചുകൂടെ ഒന്ന് തിക്കാവണം. പിന്നെ കുറച്ചുകൂടെ ഒന്ന് ബ്ലെൻഡ് ചെയ്ത് കൊടുക്കാം. തിക്കായിട്ടുണ്ട് നമ്മുടെ ക്രീം. ഇനി നമുക്കിതിലേക്ക് ആഡ് ചെയ്യേണ്ടത് പ്രിസർവേറ്റീവും എസൻഷ്യൽ ഓയിലും ഒക്കെയാണ്. ഇനി നമുക്ക് ആഡ് ചെയ്യേണ്ട പ്രിസർവേറ്റീവ് ഫിനോക്സി എത്തനോളാണ് ഞാൻ ഒഴിച്ചു കൊടുക്കാൻ പോകുന്നത്. അപ്പം ഞാനൊരു 5 ഡ്രോപ്സ് ഒഴിച്ചു കൊടുക്കാം. ഞാൻ 5 ഡ്രോപ്സ് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അടുത്തായിട്ട് നമുക്ക് വേണ്ടത് എസൻഷ്യൽ ഓയിലാണ്. ഞാനിന്ന് എടുക്കാൻ പോകുന്നത് ടീ ട്രീയുടെ എസൻഷ്യൽ ഓയിലാണ്. എസൻഷ്യൽ ഓയിൽ ഏത് ഓയിലാണോ നിങ്ങളുടെ കയ്യിലുള്ളത് ആ എസൻഷ്യൽ ഓയിൽ ഒഴിച്ചു കൊടുക്കുക. നിങ്ങളുടെ ഇഷ്ടമാണ്. അപ്പോൾ ഞാനൊരു 2 തുള്ളി ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ 2 തുള്ളി ഞാൻ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ടീ ട്രീയുടെ എസൻഷ്യൽ ഓയിലാകുമ്പോൾ പിമ്പിൾസും അതിനൊന്നും വരാതെ തടുക്കും. ആൻറ്റി ബാക്ടീരിയൽ ആൻഡ് ആൻറ്റി ഫംഗലാണ്. അപ്പോൾ നമ്മൾ ഓയിലി സ്കിന്നുകാർക്കൊക്കെ യൂസ് ചെയ്യുമ്പോൾ തീർച്ചയായിട്ടും ഇങ്ങനെ ടീ ട്രീ എസൻഷ്യൽ ഓയിലൊക്കെ ആഡ് ചെയ്യുന്നതായിരിക്കും ഒന്നുകൂടി നല്ലത്. അപ്പോൾ പിമ്പിൾസൊക്കെ വരാതിരിക്കാൻ സഹായിക്കും. അപ്പോൾ നമ്മുടെ ക്രീം ഇവിടെ റെഡിയാണ്. കണ്ടോ? ഇനി നമുക്കിനി ഒരു കണ്ടെയ്നറിലോട്ട് മാറ്റാം.
അപ്പോൾ ഞാനൊരു കണ്ടെയ്നർ എടുത്തിട്ടുണ്ട്. നല്ലൊരു ക്ലീനായ കണ്ടെയ്നർ ആയിരിക്കണം എടുക്കുന്നത്, അല്ലെങ്കിൽ നമ്മുടെ ക്രീമിന് ഫംഗൽ ഇൻഫെക്ഷനൊക്കെ വരും. അതുകൊണ്ട് നല്ല ക്ലീൻ ആയിട്ടുള്ള ബൗൾ എടുക്കുക. ന്യൂട്രി എസൻഷ്യൽ ഓയിൽ ആഡ് ചെയ്തുകൊണ്ട് തന്നെ നല്ലൊരു ഒരു മരുന്നിൻ്റെ പോലത്തെ ഒരു തുളസി പുതിന അതിൻ്റെയൊക്കെ ഒരു നല്ലൊരു മണം. അപ്പോൾ നമുക്കിനി ഇതിനെ ഈ കണ്ടെയ്നറിലോട്ട് മാറ്റാം. അപ്പോൾ കണ്ടോ, നമ്മുടെ ക്രീം ഇവിടെ റെഡിയാണ്. സിമ്പിൾ മോയ്സ്ചറൈസറാണ്. വെറും 5 ഇൻഗ്രീഡിയൻസേ ഉള്ളൂ. അപ്പോൾ എല്ലാവർക്കും ട്രൈ ചെയ്യാവുന്നതാണ്. ഞാനിങ്ങനെ ഇത് നമുക്ക് ചെയ്തിരിക്കുന്നത് 50 ഗ്രാമാണ് നമ്മളിന്ന് ചെയ്തിരിക്കുന്നത്. അപ്പോൾ നമ്മുടെ ക്രീം ഇവിടെ റെഡിയാണ്. അപ്പോൾ നമ്മുടെ മോയ്സ്ചറൈസർ ഇവിടെ റെഡിയാണ്. ഇത് എല്ലാ സ്കിൻ ടൈപ്പിനും യൂസ് ചെയ്യാം. ഓയിലി ആൻഡ് ആഗ്നെ പ്രോൺ സ്കിന്നുകാർക്കും യൂസ് ചെയ്യാം. കാരണം നമ്മളിതിൽ ജോജോബ ഓയിലും മിനറൽ ഓയിലും ഒക്കെയാണ് ആഡ് ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് എല്ലാ സ്കിൻ ടൈപ്പിനും ഇത് സ്യൂട്ട് ആവും, പിമ്പിൾസ് ഒന്നും വരില്ല. അത് കാരണം എല്ലാ സ്കിൻ ടൈപ്പുകാരും ഇത് ട്രൈ ചെയ്യുക. വീഡിയോ ഇഷ്ടമായെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ്, ലൈക്ക്, ഷെയർ, കമന്റ്. താങ്ക്സ് ഫോർ വാച്ചിങ്. ടാറ്റാ.